കഴിഞ്ഞ വീഡിയോയിൽ ഹായ് ഡിയേഴ്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായി എൻ്റെ ക്ലാസ് കുട്ടികളിങ്ങനെ ഭയങ്കരമായിട്ട് കേട്ടിരിക്കണം. അതെല്ലാ അധ്യാപകരുടെ ഒരു ആഗ്രഹമാണ്. എനിക്കും ആ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പഴയ ആ ഒരു ലെക്ചർ മെത്തേഡ്, ടീച്ചർ തന്നെ ഒരു മാസ്റ്ററി കാണിച്ച് എല്ലാ കാര്യങ്ങളും ടീച്ചർ സപ്ലൈ ചെയ്യുന്നു. ആ ഒരു രീതിയിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളാണ് നോളജ് കൺസ്ട്രക്റ്റേഴ്സ്, അവരാണ് ഇമ്പോർട്ടൻ്റ്. അവർ എക്സ്പെരിമെൻറ്റിലൂടെയും അവർ പ്രൊജക്റ്റ് മെത്തേഡിലൂടെയും നമ്മൾ നമ്മളൊരു അവരുടെ പ്രീവിയസ് നോളജും ഇപ്പം പഠിക്കാൻ പോകുന്ന കാര്യം നമ്മൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് കുറേ ഹിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ അതൊരു പൊസിഷനിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്കഫോൾഡറായിട്ട് നിന്നുകൊണ്ട് കുട്ടികൾ തന്നെ നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. അവൻ തന്നെ കൂടുതൽ പഠിക്കുന്നു, അവൻ തന്നെ കൂടുതൽ അറിവ് സമ്പാദിക്കുന്നു, അവൻ തന്നെ അതിലൊരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നു. ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിയത്തില്ല, ഓൺട്രപ്രണർഷിപ്പ്, പെട്ടെന്ന് ആ ഒരു ടേം കേൾക്കുന്നു. അപ്പോൾ ആ ഒരു ടേം കേൾക്കുമ്പോൾ എന്താണ്, അപ്പം നമ്മൾ ചെറിയ ചെറിയ ഹിൻസ് കൊടുക്കുകയും അവൻ അതിൽ ഫർദർ പുസ്തകം എടുത്ത് വായിക്കാം, അല്ലെങ്കിൽ അവൻ മറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് അവൻ ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയൊക്കെ ചെയ്യും. കുട്ടിയാണ് ഇവിടെ നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. അത് രീതി തന്നെയായിരിക്കും അധ്യാപനത്തിലേക്ക് നമ്മൾ വരുമ്പോഴും മാക്സിമം ഫോളോ ചെയ്യേണ്ടത്. ഞാനും അതിന് തന്നെയായിരിക്കും ശ്രമിക്കുക. ഞാൻ പഠിച്ചിരുന്ന സമയത്തൊരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴാണെങ്കിലും ഇപ്പം നമ്മൾ കൺസോൾഡേറ്റ് ചെയ്യും. ലാസ്റ്റ് കുട്ടിയെല്ലാം അറിവെല്ലാം പറഞ്ഞിട്ട് അവൻ കണ്ടെത്തിയതിന് ശേഷം അവൻ അവൻ്റെ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഒന്ന് മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ ഒരു ടീച്ചറിനെ അത് കൺസോൾഡേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ZPD എന്ന് കേട്ടിട്ടുണ്ട്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഒരു കുട്ടിക്ക് അവൻ്റെ അവൻ്റെ ഒരു ഏജ് വെച്ചിട്ട്, അവൻ്റെ ഒരു മെൻ്റൽ എബിലിറ്റി വെച്ചിട്ട് അവന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലെവലുണ്ടാവും. അപ്പോൾ ആ ലെവലിൽ നിന്ന് അവനെ കുറച്ചുകൂടി ഒരു പടി കൂടെ ഉയർത്താൻ ആർക്ക് പറ്റും? അധ്യാപകർക്ക് പറ്റും, അല്ലേ? മോർ നോളജബിൾ പേഴ്സണ് പറ്റും. സോ നമ്മൾ ആ ഒരു പടി കൂടി അവനെ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവന് അടുത്തൊരു ലെവലിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുമാത്രമല്ല ഒരു പുതിയൊരു സ്പാർക്ക് നമ്മളവിടെ കൊടുക്കുകയാണ്. അപ്പോൾ അവന് അതിൽ കൂടുതൽ അറിയണമെന്നുള്ള ഒരു ജിജ്ഞാസ വീണ്ടും വർദ്ധിക്കും. സോ അത്തരത്തിൽ ഉള്ളൊരു അധ്യാപികയാകാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടതും. അങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ. പിന്നീട് എനിക്കുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു BEd ലെസൺ പ്ലാൻ എഴുതുമ്പോൾ ഒരു 5 ആക്ടിവിറ്റീസും ഒക്കെ കൊടുത്തിട്ടാണ് എഴുതുന്നത്. പക്ഷേ ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻസിൽ ഇപ്പം പഠിപ്പിച്ച് തീർക്കാനുള്ള പോർഷൻസിലും ഓരോ സബ്ജക്റ്റിനെ അലോ ചെയ്യുന്ന ടൈം ടേബിളിനുള്ളിലും ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഈ ഒരു രീതി നമ്മൾ BEd പഠിക്കുന്ന രീതി തന്നെ എക്സാക്ട്ലി എല്ലാ സ്കൂളുകളിലും എല്ലാ ക്ലാസ് റൂമുകളിലും എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ട്? നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോർ ഏരിയാസ് ഉണ്ട് നമ്മുടെ സബ്ജക്ട്സിൽ. പക്ഷേ എത്ര ടീച്ചേഴ്സ്, എത്ര സ്കൂളുകൾ, എത്ര കുട്ടികൾക്ക് ഈ ഒരു മാതൃകയിൽ നമ്മൾ പഠിക്കുന്ന പ്രൊജക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അല്ലെങ്കിൽ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള വേയിൽ പഠിപ്പിച്ചു തീർക്കുന്നു എന്നല്ല, ആ ഒരു ടേം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ അവനെ ആ ഒരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റിലേക്ക് പൂർണ്ണമായിട്ട് അവൻ്റെ ആ നോളജ് മാത്രമല്ല അവൻ്റെ ഒരു ചിന്തകളെ ഉയർത്തിക്കൊണ്ട് വരുന്നു. ശരിക്കും പല സ്കൂളുകളിലും അധ്യയന വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാം അടുപ്പിച്ച് വരുമ്പോൾ, ഓണം എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം അടുപ്പിച്ച് വരുമ്പോൾ ഒരു ഓട്ടപ്പാച്ചിൽ പലയിടത്തും കാണാറുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ടീച്ചിങ് എയ്ഡ്സ്, ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാവാം, അല്ലാതെ ഒരു മോഡലോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് മോഡലോ എത്ര അധ്യാപകർ സ്കൂളിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്നു. BEd ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ എത്ര അധ്യാപകർ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നു. ICT മാക്സിമം ആൾക്കാർ ഉപയോഗിക്കും, സ്മാർട്ട് ബോർഡാക്കി ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ICT സ്മാർട്ട് ബോർഡ് എന്നതിലുപരിയായിട്ട് വേറെ എന്താണ്? നമ്മൾ BEd ഒത്തിരി എത്രമാത്രം ഒരു 2 മുറി നിറയെയുള്ള സാധനങ്ങൾ, മോഡൽസ് ആയാലും ഒക്കെ, അതും നേച്ചറിന് ദോഷമില്ലാത്ത മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. അങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാവുള്ളൂ.
എന്തോരം കാര്യങ്ങൾ ചെയ്തു. ഇതൊരു ലെസൺ പ്ലാൻ മാത്രമല്ല, ഓരോ ഡൊമൈനും ബ്ലൂം സ്റ്റാറ്റ്സ് ആണ്, റിവൈസ്ഡ് ബ്ലൂം സ്റ്റാറ്റ്സ് ആണ് വേണ്ടിയില്ല. ഓരോ ഡൊമൈനും എത്രത്തോളം അതിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾക്കും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. 12th സ്റ്റാൻഡേർഡിൽ അധ്യാപകർക്ക് ഇത്തരത്തിൽ ലെസൺ പ്ലാൻ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ലെസൺ പ്ലാൻ എഴുതി കുട്ടികളെ പഠിപ്പിക്കുന്നു. അതിനൊക്കെ എന്തെങ്കിലും തെളിവോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഐ ഡോണ്ട് നോ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് B.Ed പഠിപ്പിക്കുന്നത് നല്ല ഫ്യൂച്ചർ ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ആ പഠിക്കുന്ന കാര്യങ്ങൾ അത്രയും പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളിലേക്ക് ഇടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ എത്ര പേരത് അങ്ങനെ കണ്ടിട്ടുണ്ട്? അല്ലെങ്കിൽ അതിനുള്ള ഒരു സമയം അവർക്ക് കിട്ടുന്നുണ്ട്? അല്ലെങ്കിൽ ആ രീതിയിൽ ഇപ്പം പഠിപ്പിക്കാൻ അങ്ങനെ ഒരു എന്താണ് ഇതുപോലെ ഓരോ സ്മോൾ ലെസൺ പ്ലാൻസും ഇത്രയും ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളും കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ B.Ed കരിക്കുലത്തിൽ അതിനനുസരിച്ചൊരു മാറ്റം വരേണ്ടതല്ലേ? അല്ലെങ്കിൽ B.Ed കരിക്കുലം അതേപോലെ ഫോളോ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സ്കൂൾ തലത്തിൽ മാറ്റം വരേണ്ടതല്ലേ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഐ ഓൾവേസ് തിങ്ക് അബൌട്ട്. ഇങ്ങനെ പറ്റുന്നുണ്ടോ? ഇത് ഫുള്ളി ആപ്ലിക്കബിൾ ആവുന്നുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളും അതിനെപ്പറ്റി ചിന്തിക്കൂ. ഇനി പ്രോട്ടീൻ നിർമ്മാണം അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ്. ജീനുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം അല്ലേ? ജീൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. ഇനി പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ? ആദ്യത്തേത് നമ്മുടെ DNA ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? DNA കൊടുത്തിട്ടുണ്ട്. ഈ DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്നു. mRNA എന്ന് വെച്ചാൽ മെസ്സഞ്ചർ RNA. mRNA എഴുതുമ്പോൾ കണ്ടോ സ്മോൾ ലെറ്ററാണ്. mRNA, tRNA, rRNA അങ്ങനെ തുടങ്ങി ഒത്തിരി RNAs ഉണ്ട്. ഈ ഏത് RNA എഴുതുമ്പോഴും ഫ്രണ്ടിൽ സ്മോൾ ലെറ്ററാണ് കൊടുക്കുന്നത്. RNAക്ക് മുന്നേ സ്മോൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. സോ DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്നു. ഈ mRNAയും DNA-യും ഒക്കെ കാണുന്നത് ന്യൂക്ലിയസിനകത്താണ് അല്ലേ? ഈ RNA ദേ കണ്ടോ ന്യൂക്ലിയസിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. എവിടേക്ക് വന്നു? സൈറ്റോപ്ലാസത്തിലേക്ക് ഇറങ്ങി. സൈറ്റോപ്ലാസത്തിൽ ഇറങ്ങിയ mRNA നേരെ എങ്ങോട്ട് പോകുന്നു? സൈറ്റോപ്ലാസത്തിലുള്ള റൈബോസോമുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ റൈബോസോം വന്നിട്ട് mRNAയിൽ അറ്റാച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അതിനുശേഷം ഈ റൈബോസോം എന്ന് പറയുന്ന സെൽ ഓർഗനലാണ് പ്രോട്ടീനെ നിർമ്മിക്കുന്നത്. സോ ഈ mRNAയിൽ പ്രോട്ടീൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അടങ്ങിയിട്ടുണ്ട്. ആ ഇൻഫർമേഷനെ ചോർത്തിയെടുക്കാനായിട്ട് നമ്മുടെ ആര് ഹെൽപ്പ് ചെയ്യും? റൈബോസോംസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ നിർമ്മാണത്തിന് വേണ്ട അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരാളാണ്, ഒരു അഡാപ്റ്റർ മോളിക്യൂളാണ് tRNA എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ RNA. അതായത് നമ്മുടെ സെല്ലിനകത്തെ അമിനോ ആസിഡ് പോളി കിടക്കുന്ന ഓരോ അമിനോ ആസിഡുകളെയും ജീനിലെ സീക്വൻസിനനുസരിച്ച് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ആർക്ക് കൊടുക്കുന്നു? റൈബോസോമിന് കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് tRNAക്ക് ഉള്ളത്. സോ പ്രോട്ടീൻ നിർമ്മാണത്തിനെ കുറിച്ചിട്ട് വിശദീകരിച്ച് പറയുകയാണ്. ആദ്യം ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അനുലേഖനം എന്നൊരു പദം കൂടിയുണ്ട്. DNA-യിലെ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ അതായത് ജീനിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA രൂപപ്പെടുന്നു. mRNAയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഇസ് വെരി സിമ്പിൾ. DNA-യിലെ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ, അതായത് ഒരു പെർട്ടിക്കുലർ സീക്വൻസ് എന്ന് പറയുന്നത്, ഒത്തിരി സീക്വൻസസ് ഉണ്ട് DNA എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം 2.2 മീറ്ററാണ് നമ്മൾ ഒരു സെല്ലിനകത്തുള്ള DNA-യുടെ ലെങ്ത് എന്ന് പറയുന്നത്. സോ അത്രയും വലിയ DNA-ക്കകത്ത് ഒത്തിരി ജീൻസ് ഉണ്ട്. അപ്പോൾ ഈ ജീനിനെ കോഡ് ചെയ്യുന്ന ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു സീക്വൻസിനെ എൻസൈമുകളുടെ സഹായത്താൽ mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി mRNAയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. mRNAയിൽ എന്തുണ്ട്? പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിട്ടുണ്ട്. അടുത്തത് ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNAയിലെ സന്ദേശം അനുസരിച്ച്
tRNAകൾ നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. റൈബോസോമിൻ്റെ ഭാഗമായിട്ടുള്ള rRNAയുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു. സോ ട്രാൻസ്ലേഷൻ കണ്ടോ എന്താണെന്ന്? അതായത് ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലേക്ക്, അതായത് ശരിക്കും ന്യൂക്ലിയസിനകത്ത് പ്രൊഡ്യൂസായ mRNA ന്യൂക്ലിയർ പോർ വഴി സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. ഈ സൈറ്റോപ്ലാസത്തിൽ ബാക്കിയെല്ലാ സെൽ ഓർഗനൽസും കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആരുമുണ്ട്? റൈബോസോമുണ്ട്. ഈ റൈബോസോം പോയിട്ട് mRNAയിൽ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? mRNAയിലെ നിർദ്ദേശം അനുസരിച്ച് ട്രാൻസ്ഫർ RNAs എന്ത് ചെയ്യും? നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കും. അപ്പോൾ ട്രാൻസ്ഫർ RNA ആണ് നിശ്ചിത അമിനോ ആസിഡിനെ എവിടേക്ക് എത്തിക്കുന്നത്? റൈബോസോമിലേക്ക് എത്തിക്കുന്നത്. ഇനി റൈബോസോമിൻ്റെ ഭാഗമായിട്ടുള്ള rRNAകളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു. ഓക്കെ, അപ്പോൾ റൈബോസോമിൻ്റെ ഭാഗമായ rRNAകളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകളെ നിർമ്മിക്കുകയും ചെയ്യുന്നു. സോ ദിസ് ഈസ് അബൌട്ട് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. നമുക്കിന്ന് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.